മക്കളെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഇപ്പോൾ വരുന്ന കാക്കൊല്ല പരീക്ഷയുടെ ഫസ്റ്റ് ടൈം എക്സാം ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത് കേട്ടോ. നിർദ്ദേശങ്ങൾ: ആകെ സമയത്തിൻ്റെ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക. ഫസ്റ്റ് 15 മിനിറ്റ് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം കേട്ടോ. അതിനുശേഷം വേണം ആൻസർ ചെയ്യാനായിട്ട്. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. തന്നിരിക്കുന്നതിൽ 6 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവുക. 6 ചോദ്യങ്ങളുടെ ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. ചോദ്യങ്ങളിലെ ഉപചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം. ഓരോ ചോദ്യങ്ങളിൽ ഉണ്ടാവുന്ന ഉപചോദ്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഉത്തരങ്ങൾ എഴുതണം. 4, 5 എന്നീ ചോദ്യങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. ചോയ്സ് ഉള്ള ചോദ്യങ്ങളിൽ എ, ബി എന്നിവയിൽ നിന്ന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. വായിക്കാം, എഴുതാം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം, എഴുതാം. നമുക്ക് വായിച്ചു നോക്കാം. നാടൻ പന്തുകളി. തുകൽ കൊണ്ടുണ്ടാക്കിയ പന്ത് എണ്ണം പറഞ്ഞ് കൈകൊണ്ട് വെട്ടിയും കാൽ കൊണ്ട് അടിച്ചും കളിക്കുന്ന കളിയാണ് നാടൻ പന്തുകളി. പന്ത് എതിർ ടീമിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് അടിച്ചു കളഞ്ഞാണ് എണ്ണം അഥവാ പോയിന്റ് നേടുന്നത്. നാട്ടിൻപുറത്തെ ഗ്രൗണ്ടുകളിൽ, കൊയ്ത്തൊഴിഞ്ഞ പാടത്തും നാട്ടുവഴികളിലും മറ്റുമായാണ് ഇത് കളിക്കുക. പ്രത്യേക ആകൃതിയിലുള്ള പന്താണ് ഈ കളിക്ക് ഉപയോഗിക്കുന്നത്. കുട്ടികൾ കളിക്കുമ്പോൾ പലപ്പോഴും തുണിപ്പന്താവും ഉപയോഗിക്കുക. നീളത്തിൽ കീറിയ തുണി വട്ടത്തിൽ ചുറ്റി ഓരോ ചുറ്റിലും റബ്ബർ പാലിൽ മുക്കി ഒട്ടിച്ചാണ് ഇതിനാവശ്യമായ പന്ത് തയ്യാർ ചെയ്യുന്നത്. നനവോടെ തന്നെ പന്ത് മൺതരികളിൽ ഇട്ട് ഉരുട്ടി ബലം നൽകും. അതേസമയം മത്സരങ്ങളിലും മറ്റും 2 പകുതിയായി കൂട്ടിത്തയ്ക്കുന്ന തോൽപ്പന്താണ് ഉപയോഗിക്കുന്നത്. ഓലപ്പന്ത് ഉപയോഗിച്ച് കളിക്കുന്ന തലപ്പന്തു കളിയിൽ നിന്നും വ്യത്യസ്തമാണ് ഈ കളി. ഓലപ്പന്തിനെ അപേക്ഷിച്ച് ഉറപ്പുള്ള പന്താണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കായികാധ്വാനവും അതിനേക്കാൾ ഏറും. നാടൻ പന്തുകളിയുടെ കളിരീതി: പന്ത് കൈകൊണ്ട് വെട്ടിയും കാൽ കൊണ്ട് അടിച്ചും കളിക്കുന്നു. പന്ത് ഉയരത്തിൽ എറിഞ്ഞു കളിക്കുന്നു. പന്ത് ഒളിപ്പിച്ച് വെച്ച് കളിക്കുന്നു. പന്ത് തറയിൽ കറക്കി കളിക്കുന്നു. ഇതിലേതാണ് ഉത്തരമെന്ന് ശരിയാതെ നിങ്ങൾ എഴുതട്ടോ. നാടൻ പന്ത് കളി സാധാരണ കാണുന്ന ഇടങ്ങൾ: നാട്ടിൻ പുറത്തെ ഗ്രൗണ്ടുകളിലും ടർഫുകളിലും, കൊയ്ത്തൊഴിഞ്ഞ പാടത്തും നാട്ടുവഴികളിലും, ടെന്നീസ് കോർട്ടുകളിലും, ഇൻഡോർ സ്റ്റേഡിയങ്ങളിലും, വീട്ടുമുറ്റങ്ങളിലും പുരയിടങ്ങളിലും. പാരഗ്രാഫ് ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം ആൻസർ എഴുതുക. നാടൻ പന്ത് കളിയിൽ ഉപയോഗിക്കുന്ന പന്തുകളുടെ പ്രത്യേകത: പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. സൂക്ഷ്മതയോടെ നിർമ്മിച്ചെടുക്കുന്നു. കടകളിൽ നിന്നും വാങ്ങുന്നു. വീടുകളിൽ നിന്നും ശേഖരിക്കുന്നു. ഇതിലേതാണ് ശരിയെന്ന് വെച്ച് എഴുതട്ടോ. നാടൻ പന്ത് കളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന: കൃത്യതയും കൂട്ടായ്മയും കായിക അധ്വാനവും ആവശ്യമുള്ള കളി. ധാരാളം പന്തുകൾ കൊണ്ട് കളിക്കുന്ന കളി. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം കളിരീതികളുള്ള കളി. പന്തുകളി നിയമപരമായി അനുവദനീയമല്ല. ഇതിലേതാണ് ശരിയെന്ന് നോക്കിയിട്ട് എഴുതാം. കളി അനുഭവം: കായികമേളയിൽ വിജയിച്ച തകാഹാഷിയുടെയും പന്ത് കളിക്കാൻ എത്തിയ പെൺകുട്ടിയുടെയും അനുഭവങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? കളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം കുറിപ്പായി എഴുതുക. കളിയനുഭവം കുറിപ്പെഴുതാനാണ് പറഞ്ഞത്. ഇനി ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. മൈതാനത്ത് പ്രകാശൻ പറയുന്നതാണ് നിയമം.
പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. പന്ത് വിട്ടുകളയാൻ കാരണമായി പരിഗണിക്കാവുന്ന പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. പ്രകാശനാണ് പന്തുകളിയുടെ നിയമം പറയുന്നത്. മഞ്ഞയ്ക്ക് പന്ത് കയറി കളിക്കാൻ ഇഷ്ടമാണ്. പന്ത് കളിയുടെ ഗോളിയാകാൻ മഞ്ഞയ്ക്ക് താല്പര്യമുണ്ട്. പന്ത് കളിക്ക് കൂട്ടുകാർ കുറവാണ്. ഇതിൽ 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, 3ഉം 4ഉം ശരി, 1ഉം 4ഉം ശരി എന്നാണ് പറഞ്ഞത്. ശരി ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കണം, എന്നിട്ടേ എഴുതാൻ പാടുള്ളൂ. കാര്യകാരണം പരിശോധിച്ച് യോജിച്ചവ കണ്ടെത്തുക. ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ എത്തിയത്. കാരണം എല്ലാത്തിനും ഒന്നാമതായതിനാൽ ധാരാളം സമ്മാനങ്ങൾ കിട്ടി. കാര്യവും കാരണവും പൂർണ്ണമായും ശരിയാണ്. കാര്യവും കാരണവും പൂർണ്ണമായും തെറ്റാണ്. കാര്യം ശരി, കാരണം തെറ്റ്. കാര്യം തെറ്റ്, കാരണം ശരി. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് എഴുതാം. ഡയറി കുറിപ്പ്. കായികമേളയിൽ ഒന്നാമത് എത്തിയ തകാഹാഷിയെ ഓർക്കുന്നില്ലേ? ധാരാളം സമ്മാനങ്ങളും മത്സരങ്ങളിൽ നിന്ന് അവന് കിട്ടി. തകാഹാഷി കായികമേളയിൽ സമ്മാനം കിട്ടിയ ദിവസം മുഴുവൻ ഇടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കുന്നു. സമ്മാനം കിട്ടിയ ദിവസം എഴുതാനിടയുള്ള, അതായത് ആ തകാഹാഷിക്ക് സമ്മാനം കിട്ടിയ ദിവസം തകാഹാഷി എഴുതിയ ഡയറി കുറിപ്പാണ് തയ്യാറാക്കാൻ പറഞ്ഞത് കേട്ടോ. താരതമ്യക്കുറിപ്പ് അല്ലെങ്കിൽ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. താരതമ്യക്കുറിപ്പ് അല്ലെങ്കിൽ അഭിപ്രായക്കുറിപ്പ്